Hi all, welcome to my another video of electrical system design. Today we are going to discuss about the third module. അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോട്ടർ ഡിസൈൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ മോട്ടർ ഇൻസ്റ്റാളേഷൻസ് ഒക്കെ എങ്ങനെ ചെയ്യണം, അതേപോലെ തന്നെ മോട്ടറിൻ്റെ ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടു ഗെറ്റ് മോർ വീഡിയോസ് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൊണ്ട് അമർത്തുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. In the previous schemes of electrical wiring installations for residential and commercial buildings we discussed. അപ്പോൾ ലാസ്റ്റ് മുമ്പത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിലും അതേപോലെ റെസിഡൻഷ്യൽ ബിൽഡിങ്സിലും എങ്ങനെയൊക്കെയാണ് വയറിംഗ് ചെയ്യേണ്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് ഇൻ ദിസ് സെക്ഷൻ വി ആർ നൗ ഗോയിങ് ഫോർ ഹൗ വി ക്യാൻ വയറിംഗ് ഇൻസ്റ്റാളേഷൻസ് ഡൺ ഇൻ എ മോട്ടർ. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകേണ്ടത്. In this section we are now going to see how a motor wiring installations are done in small industries. Let us consider the wiring of a single phase motor first. So first of all we are taking a single phase motor here to understand very easy, and then see how the same procedures can be using for designing electrical wiring installations for small scale industries with one or more motors. അപ്പോൾ ഒരു മോട്ടർ മാത്രമല്ല എത്ര മോട്ടർ വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് തന്നെ നമ്മൾ ചെയ്തിരുന്നത് ആദ്യം തന്നെ ഒറ്റ ഒരു മോട്ടർ മാത്രം വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം അതേ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ബാക്കിയുള്ള മോട്ടേഴ്സിലൂടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ സപ്പോസ് ഇഫ് ദർ ആസ് വൺ ഓർ മോർ മോട്ടേഴ്സ് ആർ ദർ. ഓക്കെ, മോട്ടർ സർക്യൂട്ട് വയറിംഗ്. Let us consider the wiring of a single motor. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു മോട്ടറിൻ്റെ കേസാണ് നമ്മൾ എടുക്കണമെന്ന് വിചാരിക്കും. എവരി മോട്ടർ മസ്റ്റ് ഹാവ് എ കൺട്രോളർ ബൈ എ മെയിൻ സ്വിച്ച്. അപ്പോൾ എല്ലാ മോട്ടേഴ്സും നമുക്ക് ഓൺ ചെയ്യുന്നത് ഒരു മെയിൻ സ്വിച്ച് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. എ 3-phase മോട്ടർ വുഡ് നീഡ് എ ട്രിപ്പിൾ പോൾ സ്വിച്ച് വിത്ത് ഫ്യൂസ് ഇൻ ഈച്ച് ഫേസസ്. അപ്പോൾ ഒരു ട്രിപ്പിൾ പോൾ സ്വിച്ച് വേണ്ടി വരും നമ്മുടെ 3-phase മോട്ടേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ. അതിനകത്ത് ഓരോന്നിലും ഓരോ ഫ്യൂസുകളും ഉണ്ടാവണം. ഇൻ അഡീഷൻ ടു ദാറ്റ് എ സ്റ്റാർട്ടർ ഈസ് ഓൾസോ റിക്വയർഡ് ഫോർ ദ സ്റ്റാർട്ടിങ് ആൻഡ് സ്റ്റോപ്പിംഗ് ഓഫ് മോട്ടർ. അപ്പോൾ ഇത് കൂടാണ്ട് ഒരു സ്റ്റാർട്ടർ എന്ന് പറയുന്നൊരു ഐറ്റം കൂടി നമുക്ക് മോട്ടറിന് വേണം. എന്നാൽ മാത്രമേ മോട്ടർ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും പറ്റുള്ളൂ. ദ സൈസ് ഓഫ് ദ ഫ്യൂസ് യൂണിറ്റ് ആൻഡ് ദ സ്റ്റാർട്ടർ വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ റേറ്റിംഗ് ഓഫ് ദ മോട്ടർ. അപ്പോൾ മോട്ടറിൻ്റെ റേറ്റിംഗ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഫ്യൂസ് യൂണിറ്റും അതേപോലെ എത്രയുടെ സ്റ്റാർട്ടറാണ് വെക്കേണ്ടത് നമുക്ക് തീരുമാനിക്കും. നമ്മുടെ മോട്ടറിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ റേറ്റിംഗ് അനുസരിച്ചിട്ടാണ് വരും. ഡിപ്പെൻഡിങ് അപ്പോൺ ദ റേറ്റിംഗ് ഓഫ് ദ മോട്ടർ PVC കേബിൾ ഓഫ് സ്യൂട്ടബിൾ സൈസ് ആർ ബീങ് യൂസ്ഡ് ഫോർ ദ വയറിംഗ്. അപ്പോൾ ഈ വയേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഈ വയേഴ്സ് നമ്മൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ റേറ്റിംഗ് ആണ്. അപ്പോൾ റേറ്റിംഗ് കൂടുതൽ മോട്ടേഴ്സ് ആണെങ്കിൽ അത്രയും തിക്നെസ് കൂടിയ വയേഴ്സ് നമ്മൾ ഇടേണ്ടി വരും. ഫോർ ലാർജ് കപ്പാസിറ്റി മോട്ടേഴ്സ് 3-phase അണ്ടർഗ്രൗണ്ട് കേബിൾസ് ആർ ഓൾസോ ബി യൂസ്ഡ്. അപ്പോൾ കുറച്ചുകൂടി വലിപ്പം കൂടിയ മോട്ടേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് അണ്ടർഗ്രൗണ്ട് കേബിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ജനറലി വയേഴ്സ് ഓർ കേബിൾസ് ആർ എൻക്ലോസ്ഡ് ഇൻ എ ഹെവിലി ഗേജ് കോൺഡ്യൂട്ട് ഫോർ സ്യൂട്ടബിൾ സൈസ്. അപ്പോൾ സാധാരണ രീതിയിൽ നല്ല ഗേജ് കൂടിയ കോൺഡ്യൂട്ട് പൈപ്പ്സിലായിരിക്കും നമ്മൾ വെച്ചിട്ടുണ്ടാവുക. പക്ഷേ ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ട്സ് നമ്മൾ ഉപയോഗിക്കണം. അതായത് വളയാൻ ചാൻസസ് ഒക്കെ ഉള്ള കോൺഡ്യൂട്ട്സ്, എങ്ങനെ വേണം നമുക്ക് വളച്ച് വെക്കാൻ പറ്റിയ കോൺഡ്യൂട്ട്സ് പൈപ്പ്സാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ. ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ട്സ് മേ ബി യൂസ്ഡ് ഫോർ കണക്ഷൻസ് ഓഫ് ദ മോട്ടർ സ്വിച്ച് ടു സ്റ്റാർട്ടർ. അതായത് മോട്ടറിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ടറിൻ്റെ അവിടേക്ക് പോകുന്ന പൊസിഷനിലൊക്കെ നമ്മൾ ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ട്സ് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ ഫ്രം സ്റ്റാർട്ടർ ടു മോട്ടർ ടെർമിനൽ, അത് മോട്ടറിൻ്റെ ടെർമിനൽ വരെ നമുക്ക് കണക്ട് ചെയ്യണം. സ്റ്റാർട്ടറിൻ്റെ അവിടെ നിന്ന് മോട്ടറിൻ്റെ ടെർമിനൽ വരെ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലെക്സിബിൾ ടൈപ്പ് ഓഫ് കോൺഡ്യൂട്ട്സ് ആണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഹെവിലി ഗേജ്ഡ് കോൺഡ്യൂട്ട്സ് പൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു സിംഗിൾ ലൈൻ ഡയഗ്രാം ഓഫ് ദ മോട്ടർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സപ്ലൈ കാണാം. നമുക്ക് മെയിൻ സ്വിച്ച് ഉണ്ട്, അതിന് സെപ്പറേറ്റ്ലി ഒരു ഫ്യൂസ് വെച്ചിട്ടുണ്ട്. ദെൻ ഒരു മോട്ടറിന് സെപ്പറേറ്റ്ലി ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ സ്യൂട്ടബിൾ സൈസ് ഓഫ് കേബിൾ എൻക്ലോസ്ഡ് ഇൻ കോൺഡ്യൂട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു മോട്ടർ സ്റ്റാർട്ടർ, ദെൻ ദ മോട്ടർ. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരു മെയിൻ സ്വിച്ച് അല്ലെങ്കിൽ ഒരു മോട്ടറിൻ്റെ സ്വിച്ച് നമുക്ക് എന്തായാലും വേണം. ദെൻ ഒരു മോട്ടർ സ്റ്റാർട്ടർ എന്തായാലും വേണം, പിന്നെ മോട്ടർ വേണം, പിന്നെ കറസ്പോണ്ടിങ് ഫ്യൂസ് വേണം, ഒരു മെയിൻ സ്വിച്ച് വേണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നൗ കൺസിഡർ എ ലാർജ് വർക്ക്ഷോപ്പ് ഓർ എ ഫാക്ടറി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലാർജ് വർക്ക്ഷോപ്പ് എടുക്കുക അല്ലെങ്കിൽ ഒരു ഫാക്ടറി. അപ്പോൾ അവിടെ നമുക്ക് നമ്പർ ഓഫ് മെഷീൻസ് നമുക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. ആൻഡ് ഇറ്റ് ഈസ് ഡ്രിവൺ ബൈ ഇൻഡിവിജ്വൽ മോട്ടേഴ്സ് ഹാവിങ് ഇൻസ്റ്റാൾഡ് അറ്റ് ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്. പല പല സ്ഥലങ്ങളിൽ നമ്മൾ കുറേ മോട്ടേഴ്സും കാര്യങ്ങളും ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഒരു ഫാക്ടറിയാണ്, അപ്പോൾ കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, കുറേ മോട്ടേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. പവർ ടു വേരിയസ് മെഷീൻസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രം മെയിൻ സ്വിച്ച് ബോർഡ്. അപ്പോൾ ഒരു മെയിൻ സ്വിച്ച് ബോർഡിൻ്റെ അവിടെ നിന്നാണ് എല്ലാ വയേഴ്സും പോയിട്ടുണ്ടാവുക. ലൊക്കേറ്റഡ് അറ്റ് എ കൺവീനിയൻ പൊസിഷൻ. ഒരു കൺവീനിയൻ പൊസിഷൻ നോക്കിയിട്ടായിരിക്കും മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഉണ്ടാവുക. അവിടെ നിന്നാണ് പല പല ഭാഗത്തേക്കുള്ള സംഭവങ്ങൾ പോയിട്ടുണ്ടാവുക സ്പ്ലിറ്റ് ചെയ്തിട്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡിഫറൻറ്റ് ഫ്യൂസ് യൂണിറ്റ് ടു കൺട്രോൾ ദ ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് സർക്യൂട്ട്. അപ്പോൾ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൻ്റെ ഉള്ളിൽ ഡിഫറെൻറ്റ് സ്വിച്ച് ഫ്യൂസ് യൂണിറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. കാരണം വെച്ചാൽ ഇൻകമിങ് ഔട്ട് ഗോയിങ് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. ദ ഔട്ട് ഗോയിങ് സർക്യൂട്ട് ഫെഡ് ഡിഫറെൻറ്റ് സബ് distribution boards erected at convenient places from where various motors are controlled separately.
അപ്പോൾ ഈ മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് അതാണ് ഇവിടെ പറഞ്ഞിരുന്നത്, ആ കുറഞ്ഞുണ്ടാവുള്ളൂ. അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ഔട്ട് ഗോയിങ് ഫീഡേഴ്സ് എന്ന് പറയുന്നുണ്ടാവുക. ഈ ഔട്ട് ഗോയിങ് ഫീഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് സബ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്സ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു 100 മോട്ടർ ഉണ്ടെങ്കിൽ ഒരു 10 മോട്ടറിന് വേണ്ടിയിട്ട് ഒരു സബ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഉണ്ടാവും. ഓരോ 10 മോട്ടേഴ്സിനും ഓരോ സബ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്സ് അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് ഒരു മെയിൻ മോട്ടറിൽ നിന്നല്ല ഈ ഒരു മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്നാവില്ല ഈ ഒരു സപ്ലൈകൾ മൊത്തം മോട്ടറിലേക്ക് പോയിട്ടുണ്ടാവുക. അപ്പോൾ മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്ന് ഒരു 10 വയറായിട്ട് വന്നിട്ട് ആ 10 ഈസ് കണക്റ്റഡ് ടു എ സബ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. ആ സബ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്ന് വേണം ഒരു 10 വയേഴ്സ് 10 മോട്ടറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനാണ് നമ്മൾ സബ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സബ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്സും കൺവീനിയൻറ്റ് പ്ലേസുകളിലായിരിക്കും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഫ്രം വേർ വേരിയസ് മോട്ടേഴ്സ് ആർ കൺട്രോൾഡ് സെപ്പറേറ്റ്ലി. Each motor has to be controlled separately from the mains through distribution board. അപ്പോൾ ഈ മോട്ടേഴ്സൊക്കെ നമുക്ക് ഇതൊക്കെ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ലൂപ്പിംഗ് ഔട്ട് ഓഫ് ദ മോട്ടേഴ്സ്, ദാറ്റ് ഈസ് കണക്റ്റിംഗ് 1 or more motors in one circuit should be avoided as far as possible. അപ്പോൾ ലൂപ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് 1-2 മോട്ടർ ഒരുമിച്ച് ഒരു സ്വിച്ചിൽ കണക്ട് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കാം മോട്ടറിൻ്റെ കേസ് ആയതുകൊണ്ട്. ലൈറ്റ്സൊക്കെ ചിലപ്പോൾ നമ്മളങ്ങനെ കണക്ട് ചെയ്യാറുണ്ട്, ഫാനുകളും സാധാരണ രീതിയിൽ. കാരണം അധികം ലോഡ് എടുക്കണില്ലേ, വാട്ട്സ് വളരെ കുറവാണ് ലൈറ്റുകളും ഫാനുകളും കമ്പയർ ചെയ്യാൻ കഴിഞ്ഞാൽ. ഒരു 150 വാട്ട്സോ 100 വാട്ട്സൊക്കെ മാക്സിമം നമുക്ക് വരാറുള്ളൂ. ഓക്കെ, പക്ഷേ മോട്ടറിൻ്റെ കേസിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പരമാവധി നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞേക്കണത്. അങ്ങനെ ആരും കണക്ട് ചെയ്യാറില്ല, ഓരോ മോട്ടോഴ്സും സെപ്പറേറ്റ്ലി എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, ഇൻ സ്മോൾ വർക്ക്ഷോപ്സ് only a switchboard or a distribution board is used for carrying out the distribution of the power. വളരെ ചെറിയ വർക്ക്ഷോപ്പ് ആണെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് മാത്രം ഉണ്ടാവുന്നു വരുന്നു. അതായത് കുറച്ചുകൂടി വലിപ്പം കൂടുന്തോറാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്, പിന്നെ അതിന് താഴെ ഒരു 3-4 സബ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. ആ സബ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്നായിരിക്കും മോട്ടോഴ്സിലേക്കുള്ള വയറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവുക. ഓക്കെ, ഡിസൈൻ കൺസിഡറേഷൻസ് ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. അതായത് ദ ഡീറ്റെയിൽഡ് കാൽക്കുലേഷൻ ഫോർ ഡിസൈഡിങ് ദ കേബിൾ സൈസ്, ഫ്യൂസ് റേറ്റിംഗ്, സ്വിച്ചസ്, സ്റ്റാർട്ടേഴ്സ് എക്സെട്ര ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് നെക്സ്റ്റ്. അതായത് മോട്ടറിൻ്റെ കേസുകൾ തീരുമാനിക്കുമ്പോൾ മോട്ടറിന് ഏത് കേബിൾ ഇടണം, മോട്ടറിൻ്റെ ഏത് ഫ്യൂസ് റേറ്റ് വയ്ക്കണം, ഏത് സ്വിച്ച് വയ്ക്കണം, ഏത് ടൈപ്പ് സ്റ്റാർട്ടേഴ്സ് വയ്ക്കണം, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ മോട്ടർ കറണ്ട്. മോട്ടറിൻ്റെ കറണ്ടിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. When motor is first connected to the line, it will draw much more current than its rated current till the motor comes to speed. അപ്പോൾ ആദ്യം മോട്ടർ കണക്ട് ചെയ്യുന്ന സമയത്ത് മോട്ടർ കുറേ കറണ്ട് ഡ്രോ ചെയ്യും. ആൻഡ് മോർ ദാൻ ഇറ്റ്സ് റേറ്റഡ് കറണ്ട് ആണെങ്കിൽ കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നിങ്ങളുടെ വീട്ടിലൊക്കെ വൈകുന്നേരം മോട്ടർ അടിക്കുകയാണെങ്കിൽ നമ്മുടെ മൊത്തം ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിമ്മാവും. കാരണം കുറച്ചുകൂടി കറണ്ട് കൂടുതൽ മോട്ടർ ആദ്യമേ ഓൺ ചെയ്യുന്ന സമയത്ത് വലിക്കും. അതാണ് സ്റ്റാർട്ടിങ് കറണ്ട് എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ദ സ്റ്റാർട്ടിങ് കറണ്ട് ഓഫ് ദ മോട്ടർ. സപ്പോസ് ഇപ്പോൾ നിങ്ങളുടെ ഒരു 10 ആമ്പിയർ വലിക്കേണ്ട മോട്ടറെന്ന് വിചാരിക്കുക, പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 15 അല്ലെങ്കിൽ ഒരു 20-25 ആമ്പിയറൊക്കെ ലോഡ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അതിനാണ് നമ്മൾ സ്റ്റാർട്ടിങ് കറണ്ട് എന്ന് പറയുന്നത്. ദിസ് ഇസ് കോൾഡ് ദ സ്റ്റാർട്ടിങ് കറണ്ട് ഓഫ് ദ മോട്ടർ. ആസ് ദ മോട്ടർ റീച്ചസ് ഫുൾ സ്പീഡ് ഡെലിവറി ഇറ്റ്സ് റേറ്റഡ് ഹോഴ്സ് പവർ അറ്റ് റേറ്റഡ് വോൾട്ടേജ്, ദ മോട്ടർ ക്യാരീസ് ദ ഫുൾ ലോഡ് കറണ്ട്. അപ്പോൾ മോട്ടർ ഇപ്പോൾ ഫുൾ സ്പീഡ് എത്തിയെന്ന് വിചാരിക്കും, മോട്ടറിൻ്റെ ആ ഒരു പറഞ്ഞേക്കുന്ന സ്പീഡിലേക്ക് എത്തി, റേറ്റഡ് ആർപിഎത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മോട്ടർ വലിക്കുന്നത് ഫുൾ ലോഡ് കറണ്ട് ആയിരിക്കും. അതായത് സാധാരണ അത് പറഞ്ഞേക്കണ കറണ്ട് മാത്രമേ പിന്നെ വലിക്കുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിങ് കറണ്ട് എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ വലിക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ഫുൾ ലോഡ് കറണ്ട് ആയിരിക്കും പിന്നെ മോട്ടർ ലോഡ് ചെയ്യുന്നുണ്ടാവുക. ഇഫ് ദ മോട്ടർ ഈസ് ഓവർലോഡഡ് ദ കറണ്ട് ഇൻക്രീസസ് ആൻഡ് ഇറ്റ് വിൽ ഓവർ ഹീറ്റ്. അപ്പോൾ മോട്ടറിന് വല്ല ഓവർലോഡിങ് വന്നെന്ന് വിചാരിക്കുക, അപ്പോൾ കറണ്ട് കൂടുതൽ വലിക്കും. മോട്ടറിൽ ടൈറ്റ് ആവുകയാണെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ തിരിയാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കൂടുതൽ കറണ്ട് അത് ഡ്രോ ചെയ്യും ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഓവർ ഹീറ്റ്. If overheat is large enough, the motor may be even burn out. അപ്പോൾ ഓവർഹീറ്റ് വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ മോട്ടർ അടിച്ചു പോകാൻ ചാൻസസ് ഉണ്ട്. The current rating of the cable for supply to motor may be based upon the normal full load current of the motor. അപ്പോൾ നോർമൽ ഫുൾ ലോഡ് കറണ്ട് ഓഫ് ദ മോട്ടർ നോക്കിയിട്ടാണ് റേറ്റിംഗ് ഓഫ് ദ കേബിൾ സെലക്ട് ചെയ്യുക. പക്ഷേ റേറ്റിംഗ് ഓഫ് ദ ഫ്യൂസ് ഈസ് ബേസ്ഡ് ഓൺ ദ സ്റ്റാർട്ടിംഗ് കറണ്ട്. ഫ്യൂസ് തീരുമാനിക്കുന്നത് നമ്മൾ സ്റ്റാർട്ടിംഗ് കറണ്ടിൻ്റെ ബേസ് ആയിട്ടാണ് തീരുമാനിക്കുക, അല്ലെങ്കിൽ ഫ്യൂസ് കത്തിപ്പോവും. അപ്പോൾ റേറ്റിംഗ് ഓഫ് ദ ഫ്യൂസ് നമ്മൾ ചൂസ് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് കറണ്ടിനെ നോക്കിയിട്ടാണ്. അതായത് നമ്മൾ മോട്ടറിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫ്യൂസ് വെക്കുന്നു പറഞ്ഞു, ആ ഫ്യൂസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് കറണ്ട് നോക്കിയിട്ടാണ്. ദ റേറ്റിംഗ് ഓഫ് ദ ഫ്യൂസ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ട്വൈസ് ദ റേറ്റിംഗ് ഓഫ് ദ കേബിൾ. സപ്പോസ് ഇപ്പോൾ കേബിളിൻ്റെ ആംബിയർ റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു 10 ആംബിയർ ആണെന്നുണ്ടെങ്കിൽ റേറ്റിംഗ് ഓഫ് ദ ഫ്യൂസ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ, അതായത് 20-നേക്കാട്ടും കൂടുതൽ നമ്മൾ വെക്കാൻ പാടില്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ട്വൈസ് ദ റേറ്റിംഗ് ഓഫ് ദ കേബിൾ. ഇരട്ടീനായിട്ടും കൂടാൻ പാടില്ല എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് ഫ്യൂസിൻ്റെ റേറ്റിംഗ്. ഓക്കെ,
ഡിസൈഡിങ് ദ കേബിൾ സൈസ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് കേബിളിൻ്റെ സൈസ് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആംബിയർ റേറ്റിംഗ് കണ്ടുപിടിക്കണം. കറസ്പോണ്ടിങ്ങിൽ എത്ര ആംബിയറിലാണ് നമ്മൾ മോട്ടർ റൺ ചെയ്യണേ, സ്റ്റാർട്ടിങ് കറണ്ട് എത്രയാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാനുണ്ട്. ദെൻ ആ ആംബിയറിനനുസരിച്ചിട്ടുള്ള നമ്മൾ വയർ നമ്മൾ സെലക്ട് ചെയ്യണം ചെയ്യുന്ന നമ്മുടെ ഡാറ്റ ബുക്ക് നോക്കിയിട്ട്. ഓക്കെ, ദ കേബിൾ ഷാൽ ഹാവ് എ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി of not less than 150% of the motor full load current rating. For example, it will explain the calculation of a full load current and deciding the correct cable size. അപ്പോൾ അതെങ്ങനെയാണ് കേബിൾ സൈസും നമ്മൾ ഒരു ഫുൾ ലോഡ് കറണ്ടും എങ്ങനെയൊക്കെ കാൽക്കുലേഷൻ ചെയ്യണം നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ടേക്കിംഗ് ആൻ എക്സാമ്പിൾ ഓഫ് ഡി സി മോട്ടോഴ്സ്. നമ്മൾ അത് തന്നെ കൺസിഡറേഷൻ ചെയ്യുന്നത് ഡി സി മോട്ടോഴ്സിനാണ്. സോ ദ കറണ്ട് റിക്വയർഡ് ബൈ എ 400 volt 15 HP DC motor at 80% efficiency. അപ്പോൾ ഇവിടെ HP തന്നിട്ട് മെട്രിക് എന്ന് തന്നിട്ടുണ്ട് ബ്രാക്കറ്റിൽ. സോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 746 പകരം വി നീഡ് ടു ടേക്ക് 735.5 ഫോർ ദ മെട്രിക്. ദെൻ 15 HP എന്നാണ് പറഞ്ഞേക്കണേ. സോ 15 ഇൻറ്റു അത് റേറ്റഡ് HP ആണ്. സോ റേറ്റഡ് HPയുടെ വാല്യൂ 15 വരും. ദെൻ 735.5 ഡിവൈഡ് ബൈ V4 വോൾട്ടേജ് ആൻഡ് എഫിഷ്യൻസി ആണ് ഈ ഒരു പോർഷൻ. സോ വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. 80% എഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ 0.8 പിന്നെ 415 then 15 into 735.5 which will give the answer 33.2 ampere. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ അറിയാൻ പറ്റും V is the rated voltage supply. അതായത് നമുക്ക് സപ്ലൈ വോൾട്ടേജ് തന്നെയാണ് നമ്മൾ V എന്ന് പറയുന്നത്. ആൻഡ് ദ എഫിഷ്യൻസി ഈസ് ദ മോട്ടർ എഫിഷ്യൻസി. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 33.2 ആണ്. സോ ദ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദ കേബിൾ ഷുഡ് ബി 1.5 times the full load current. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് ദ ഫുൾ ലോഡ് കറണ്ട് ഓഫ് ദാറ്റ് മോട്ടർ. സോ ഇതിൻ്റെ 1.5 times കൂടുതൽ വേണം നമ്മുടെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റിക്ക്. സോ അങ്ങനെയെങ്കിൽ ഈ 33.2 ഇൻറ്റു 1.5 ആൻഡ് വിച്ച് ഗീവ്സ് 49.8. അപ്പോൾ ഈ 49.8 കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ കേബിൾ നമുക്ക് ഡാറ്റ ബുക്ക് നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് വേറെ ടേബിൾസാണ് ഈ കൊടുത്തേക്കണേ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ ഫോട്ടോ ഇതായതുകൊണ്ടാണ് ഇതിന് ടേബിൾസ് കൊടുത്തേക്കണേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡാറ്റ ബുക്ക് നോക്കുക. അതിൻ്റെ കറസ്പോണ്ടിങ് 50 ആംബിയറിൻ്റെ അടുത്ത് വരുന്ന കേബിൾ, അത് അലുമിനിയം ആവാം കോപ്പർ ആവും, നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. സാധാരണ ഇതിൽ കോപ്പേഴ്സാണ് ഉപയോഗിക്കുള്ളത്. അപ്പോൾ കോപ്പറിൻ്റെ ടേബിൾ നോക്കിയിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സിംഗിൾ ഫേസ് AC മോട്ടോഴ്സിൻ്റെ കേസാണ്. അപ്പോൾ സിംഗിൾ ഫേസ് AC മോട്ടോഴ്സിൻ്റെ കേസിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പറയേണ്ടത് ദ ഇൻപുട്ട് ഓഫ് മോട്ടർ ഈസ് 5 HP സിംഗിൾ ഫേസ് AC. അപ്പോൾ 5 HP ആണുള്ളത്, സിംഗിൾ ഫേസ് AC ആണുള്ളത്. അപ്പോൾ 240 വോൾട്ട് ഉണ്ടാവും ആൻഡ് 75% എഫിഷ്യൻസി ആൻഡ് ദ പവർ ഫാക്ടർ ഈസ് 0.8. അപ്പോൾ നമുക്കത് കാണാൻ പറ്റും ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ AC and DC. ഹിയർ ആൻ അഡീഷൻ ഫാക്ടർ കെയിം കോൾഡ് പവർ ഫാക്ടർ ആൻഡ് ദ വാല്യൂ ഈസ് ഗിവൺ ആസ് 0.8. So for the calculation instruction equal to rated HP into 735.5. അപ്പോൾ ഈ കേസിലും 5 HP എന്ന് പറയുന്നത് മെട്രിക് ആയതുകൊണ്ടാണ് നമ്മൾ 735.5 എടുക്കാൻ കാരണം. ഓക്കെ, ഡിവൈഡ് ബൈ ഈറ്റ ഇൻറ്റു V ഇൻറ്റു PF. ആ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 5 HP തന്നേക്കണം. സോ 5 ഇൻറ്റു 735.5 ഡിവൈഡ് ബൈ 0.75 എന്ന് പറയുന്നത് പെർസെൻറ്റേജ് എഫിഷ്യൻസിയാണ് ഇൻറ്റു 240 വോൾട്ടാണ് ഇൻറ്റു 0.8 ആണ്. 0.8 എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടറാണ്. സോ ദിസ് വിൽ ഗിവ് ദ ആൻസർ 25.5 ആംപിയർ. ദ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദ കേബിൾ ഷുഡ് ബി എത്ര ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 25.5 ഇൻറ്റു 1.5 which will give 38.23 ആംപിയർ. ആൻഡ് വി നീഡ് ടു ഫൈൻഡ് ദ കറസ്പോണ്ടിങ് വാല്യൂ ഫോർ ദിസ് കറസ്പോണ്ടിങ് ആംപിയർ. അതായത് 40 ആംപിയറൊക്കെ എടുത്ത് വരുന്ന ഒരു പാസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കോപ്പർ നമ്മൾ സെലക്ട് ചെയ്യുക ഡാറ്റ ബുക്കിൻ്റെ ടേബിൾ നോക്കിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദ 3 phase AC മോട്ടോഴ്സ്. അപ്പോൾ 3 phase വരുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് പറയാൻ പോകണം. ഓക്കെ, the input line current of a 3 phase 415 volt 10 HP. HP എന്ന് പറയുന്ന മെട്രിക്കിലാണ് മോട്ടർ അറ്റ് 85% എഫിഷ്യൻസി ആൻഡ് 0.8 പവർ ഫാക്ടർ. അപ്പോൾ അതിൻ്റെ ഈക്വേഷൻ വരുന്നതാണ് റേറ്റഡ് HP ഇൻറ്റു 735.5. അപ്പോൾ ഇവിടെ മെട്രിക്കിൽ തന്നുകൊണ്ടാണ് വി ആർ യു ടേക്കിംഗ് 735.5. ഓക്കെ, അപ്പോൾ 3 phase ആയതുകൊണ്ട് അഡീഷണൽ ടൈം ആണ് √3 എന്ന് പറഞ്ഞ ടൈം വരും ഇൻറ്റു VL മീൻസ് ഇവിടെ 415 ആണ്. PF നമുക്കറിയാം പവർ ഫാക്ടർ 0.8 തന്നിട്ടുണ്ട്, എഫിഷ്യൻസി നമുക്ക് തന്നിട്ടുണ്ട് 0.85 ആണ് തന്നേക്കുന്നത്. ഇതെല്ലാം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ആൻഡ് വി വിൽ ഗെറ്റ് ദ ആൻസർ 15 ആംപിയർ. സോ ദ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദ കേബിൾ ഷുഡ് ബി അബൌട്ട് വി നീഡ് ടു മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 1.5. ഓക്കെ, സോ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു നമ്മൾ. സോ വിൽ ഗെറ്റ് 22.5. അപ്പോൾ 22.5 ആംപിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേബിൾ സെലക്ട് ചെയ്യലാണ് നമ്മുടെ മെയിൻ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് 3 phase ആണ്. സോ അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് 3 phase ആയതുകൊണ്ട് 3 core കേബിൾസിൻ്റെ ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ. നേരത്തെ നമുക്ക് സിംഗിൾ കോറും മതിയായിരുന്നു, കാരണം ചെയ്യൽ അത് സിംഗിൾ ഫേസും DC ഒക്കെ ആയിരുന്നു, അപ്പോൾ ഒറ്റ വയറിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ. സോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് 3 phase ആവശ്യമുണ്ട്. സോ 3 core ആയിട്ടുള്ള അലുമിനിയത്തിൻ്റെ കേബിളോ 3 core ആയിട്ടുള്ള കോപ്പറിൻ്റെ കേബിളിൻ്റെ ടേബിൾ നോക്കി 22 അതായത് 25 അല്ലെങ്കിൽ 30 ആംപിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോപ്പറോ അലുമിനിയം ആയിട്ടുള്ള കേബിൾസ് നമ്മൾ അത് നോക്കി സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ സിംഗിൾ ഫേസ് ആകുമ്പോൾ DC ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒറ്റ വയറിൻ്റെ സംഭവങ്ങൾ മതി. 3 കോറിൻ്റെ നമുക്ക് വേണ്ടത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 phase ആയതുകൊണ്ട് നമുക്ക് 3 core വേണം, കാരണം RYB എന്ന് പറഞ്ഞ 3 വാല്യൂസ് നമുക്ക് ഇതിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടതാണ്. ഓക്കെ, then we are going to find out deciding how we can find the fuse rating. ഫ്യൂസ് റേറ്റിംഗ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്യൂസുകൾ നമുക്ക് വേണമെന്നുള്ളത്. അതായത് നമ്മൾ വയേഴ്സ് വഴിയാണ് നമ്മൾ മോട്ടറിലേക്ക് കറണ്ട് എത്തിക്കേണ്ടാവുക. അപ്പോൾ വയേഴ്സിന് തൊട്ട് മുമ്പായിട്ട് ഓരോ മോട്ടറും ഓരോ ഫ്യൂസുകൾ കൊടുക്കുന്ന നിർബന്ധം പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഓക്കെ, the criteria for selection the correct size of the fuse for the motor protection and it may carry the starting current for the safety. അപ്പോൾ മോട്ടറിൻ്റെ സ്റ്റാർട്ടിങ് കറണ്ടും കൂടി ഡ്രോ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഫ്യൂസുകൾക്ക് വേണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ കൺസിഡർ 3 phase 415 volt 10 HP ഇൻഡക്ഷൻ മോട്ടർ. അസ്യൂം ദ പെർസെൻറ്റേജ് എഫിഷ്യൻസി 75 ആൻഡ് ദ PFB 0.8. അപ്പോൾ എല്ലാ പേരും തന്നിട്ടുണ്ട്. സോ ഫുൾ ലോഡ് കറണ്ട് ഓഫ് ദ മോട്ടർ, അതാണ് IL എന്ന് പറയുന്നത്. അത് സാധാരണ രീതിയിൽ റേറ്റഡ് ആയി കഴിഞ്ഞാൽ വലിക്കുന്ന മോട്ടർ കറണ്ടിനെയാണ് നമ്മൾ ഫുൾ ലോഡ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റേറ്റഡ് HP 10 ആണ് വരിക ഇൻറ്റു 735.5, കാരണം ഇത് മെട്രിക് തന്നെയാണ്. സോ √3 ഇൻറ്റു VL PF ഇൻറ്റു എഫിഷ്യൻസി വാല്യൂസൊക്കെ നമുക്ക് അറിയാം. 415, 0.8, 0.75. 0.75 എന്ന് പറയുന്നത് എഫിഷ്യൻസിയാണ്, 0.8 എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടറാണ്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ ആൻസർ 17 ആംപിയർ. സോ ദ സ്റ്റാർട്ടിംഗ് കറണ്ട് മോസ്റ്റ്ലി ഈസ് 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നമ്മൾ ചെയ്യേണ്ടത് മെയിൻലി. സോ ഈ കറണ്ടിന് അതായത് 17 ആംപിയറിന് വി മൾട്ടിപ്ലൈ ഇൻ ബൈ 1.5 ആൻഡ് ദിസ് വിൽ ഗീവ്സ് 22.6 ആംപിയർ. സംടൈംസ് മേ ബി നമ്മൾ 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട്. ഓക്കെ, സ്റ്റാർട്ടിംഗ് കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഒരു 26 ആംപിയറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 30 ആംപിയറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്യൂസൊക്കെ നമ്മൾ സെലക്ട്, കാരണം ഫ്യൂസിനെ നമുക്ക് ചെയ്യാം. അതായത് അതിൻ്റെ ആംപിയർ റേറ്റിംഗ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അതായത് 30 ആംപിയർ, പിന്നെ 60 ആംപിയർ, 90 ആംപിയർ ആ റേഞ്ചിലേക്കാണ് പിന്നെ പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഫ്യൂസസിൻ്റെ ടേബിൾ ഡാറ്റ ബുക്ക് നോക്കിയിട്ട് നമ്മൾ അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഇസ് ഡിസൈഡിങ് ദി സ്റ്റാർട്ടർ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിനെ കുറിച്ചിട്ട് നമ്മൾ മെയിൻ പറയാം. അതായത് ഏത് ടൈപ്പ് സ്റ്റാർട്ടേഴ്സാണ് നമ്മുടെ ഈ മോട്ടറിന് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, every motor shall be provided with efficient meaning of starting and stopping, which shall, if practiced within a slight portion of a motor, and shall be so arranged so that easy to operate by the person in control of motor. അപ്പോൾ എല്ലാ മോട്ടേഴ്സിനും നമുക്ക് സ്റ്റാർട്ടിങ്ങും സ്റ്റോപ്പിങ്ങും ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റാർട്ടേഴ്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക നമ്മുടെ മോട്ടറിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ഓപ്പറേറ്റർക്ക് സിമ്പിളായിട്ട് നമുക്ക് മോട്ടറിനെ ഓൺ ആക്കാനും സ്റ്റാർട്ടാക്കാനും പറ്റും. ഓക്കെ, there are different type of motors and there we have different methods of starting and it is enlisted in the table below. അപ്പോൾ പലതരം മോട്ടേഴ്സ് ഉണ്ട്, പലതരം സ്റ്റാർട്ടിങ് മെത്തേഡ്സും അവൈലബിൾ ആണ്. ഓക്കെ, നമുക്കപ്പോൾ ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ടൈപ്പ് ഓഫ് മോട്ടേഴ്സ്. ഇൻഡക്ഷൻ മോട്ടേഴ്സ് ഓഫ് വെരി ലോ റേറ്റിംഗ്. അപ്പോൾ ലോ റേറ്റിംഗ് ആയിട്ടുള്ള ഇൻഡക്ഷൻ മോട്ടേഴ്സ് ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടേഴ്സാണ് യൂസ് ചെയ്യേണ്ടത്, DOL സ്റ്റാർട്ടേഴ്സ് എന്ന് പറയും. ഓക്കെ, ദെൻ ഇൻഡക്ഷൻ മോട്ടേഴ്സ് ഓഫ് മീഡിയം റേറ്റിംഗ്. മീഡിയം റേറ്റിംഗ് എന്ന് പറയുന്നത് 15 HP വരെ ഉള്ളതാണ്, അത് നമ്മൾ ഡെൽറ്റ സ്റ്റാർട്ടേഴ്സാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഓഫ് ഹൈ റേറ്റിംഗ്. ഹൈ റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 മുകളിലേക്കുള്ള HP ഉള്ള ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടേഴ്സാണ് മെയിൻലി അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് വൺ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഓഫ് ഹൈ റേറ്റിംഗ്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടേഴ്സാണ് മെയിൻലി ഉപയോഗിക്കുന്നത്. DC സീരീസ് മോട്ടോഴ്സ് 2 point സ്റ്റാർട്ടേഴ്സാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ DC ഷണ്ട് ഓർ കോമ്പൗണ്ട് മോട്ടോഴ്സാണ് ഉപയോഗിക്കുന്നത്. 3 point സ്റ്റാർട്ടേഴ്സാണ് മെയിൻലി ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് മെത്തേഡ്സിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോട്ടോഴ്സ്. ദ സ്പെസിഫിക്കേഷൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഇറ്റ് ഡിസൈഡഡ് ഫ്രം ദ നമ്പർ ഓഫ് സർക്യൂട്ട് ടു ബി ഫെഡ് ഫ്രം ഇറ്റ്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിനെ കുറിച്ചിട്ടാണ്. ഏത് തരം ഡിസ്ട്രിബ്യൂഷൻ ബോർഡാണ് നമുക്ക് നമ്മുടെ ഫാക്ടറിയിൽ അല്ലെങ്കിൽ നമ്മുടെ വർക്ക്ഷോപ്പിലൊക്കെ വെക്കേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൾ ദ നമ്പർ ഓഫ് സർക്യൂട്ട് ഇറ്റ് ടു ബി ഫെഡ്. അതായത് എത്ര മോട്ടേഴ്സിനെ റൺ ചെയ്യണം അല്ലെങ്കിൽ എത്ര സർക്യൂട്ട്സിനെ റൺ ചെയ്യണം അതനുസരിച്ചിട്ടാണ് DBനെ കുറിച്ചാണ് പറയേണ്ടത്. The voltage rating of the distribution box is decided by the voltage rating of the circuit which are fed from it. അപ്പോൾ എത്രത്തോളം ലോഡ് ഇത് താങ്ങുന്നു കണ്ടുപിടിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് എത്ര വോൾട്ടേജ് റേറ്റിങ്ങിലുള്ള ഒരു DB വയ്ക്കണം നമുക്കറിയുള്ളൂ. ഓക്കെ, വോൾട്ടേജ് മാത്രമല്ല കറണ്ടും അതേപോലെ തന്നെ അതാണ് പറയുന്നത്. ഇറ്റ്സ് ഹയസ്റ്റ് റേറ്റിംഗ്
ഈസ് ദ ഹയസ്റ്റ് സ്റ്റാർട്ടിംഗ് കറണ്ട് ഓഫ് ദ സർക്യൂട്ട് ഫ്രം ഇറ്റ്. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കേണ്ട ഏറ്റവും വലിയ ഹയസ്റ്റ് കറണ്ട് നമ്മൾ, അതായത് നമ്മുടെ ഇപ്പോൾ ഡിഫറെൻറ്റ് മോട്ടോഴ്സ് ഉണ്ടാവും നമുക്ക് ചിലപ്പോൾ. അപ്പോൾ ഇത് ഏത് മോട്ടറാണ് ഏറ്റവും കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്യണേ ആ കറണ്ടിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് റേറ്റും വേണം നമ്മൾ ഈ ഡി ബിയിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, if the main switch has the control a group of motors, its current rating should be equal to the starting current of the motor of highest rating plus the full load current of the remaining motors. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് മെയിൻ സ്വിച്ചിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മെയിൻ സ്വിച്ച് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിനും ഒരു ഫ്യൂസ് ഉണ്ടാവും. അപ്പോൾ മെയിൻ സ്വിച്ചിൻ്റെ ഫ്യൂസിൻ്റെ കപ്പാസിറ്റി നമ്മൾ തീരുമാനിക്കുന്നത് ഏറ്റവും വലിയ മോട്ടറിൻ്റെ സ്റ്റാർട്ടിങ് കറണ്ട് അത് നമ്മൾ ഡിസൈഡ് ചെയ്യണം, അത് കണ്ടുപിടിച്ചിട്ടുണ്ടാവണം. അതായത് ഇപ്പോൾ നമുക്ക് പലതരം മോട്ടേഴ്സ് ഉണ്ടാവും, 5 HP, 10 HP, 15 HP ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്യുന്നത് 15 HP ആയിരിക്കും. അതിൻ്റെ സ്റ്റാർട്ടിങ് കറണ്ട് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം, പ്ലസ് ദ ഫുൾ ലോഡ് കറണ്ട് ഓഫ് ദ റിമൈനിങ് മോട്ടേഴ്സ്. അപ്പോൾ പ്ലസ് വി നീഡ് ടു ആഡ് ദാറ്റ് വാല്യൂ വിത്ത് ദ അഡീഷണൽ വാല്യൂ ഓഫ് ദ ഫുൾ ലോഡ് കറണ്ട് ഓഫ് ദ ഓൾ ദ റിമൈനിങ് മോട്ടേഴ്സ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ മോട്ടേഴ്സിനും ഫുൾ ലോഡ് കറണ്ടും ഏറ്റവും കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്യുന്നതിൻ്റെ സ്റ്റാർട്ടിങ് കറണ്ട് കൊണ്ടും ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ മെയിൻ സ്വിച്ചിൻ്റെ ഫ്യൂസിൻ്റെ റേറ്റിംഗ് നമുക്ക് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഡിറ്റർമിൻ സൈസ് ഓഫ് ദ കോൺഡ്യൂട്ട്. ഇത് ഞാൻ ചോദിക്കാറൊന്നുമില്ല, അതായത് മനസ്സിലാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു എന്നുള്ളൂ. റിക്വയർഡ് സൈസ് ഓഫ് ദ കോൺഡ്യൂട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ 3 മെയിൻ ഫാക്ടേഴ്സ്. നമ്പർ ഓഫ് കേബിൾസ് ടു ബി ഇൻസ്റ്റാൾഡ്, എത്ര കേബിൾസ് കൂടി പോകേണ്ടി വരും. ദെൻ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ കേബിൾ, ഓരോ കേബിളിൻ്റെയും വലിപ്പം, ഡയഗണലിലെയും നമുക്ക് എത്രയാണ് വേണ്ട ക്രോസ് സെക്ഷൻ ഏരിയ. ദ പെർമിസിബിൾ കോൺഡ്യൂട്ട് ഫിറ്റ്, ഇപ്പോൾ നമ്മുടെ പൈപ്പിൻ്റെ ഫിറ്റ് അതാണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ലെങ്ത് എത്രയാണ് അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കാര്യങ്ങളുള്ളൂ. ഓക്കെ, the maximum permissible number of 240 volt grade single core cable that can be drawn into a standard size of rigid steel or PVC conduit. അപ്പോൾ PVC conduit സ്റ്റീൽ conduit നമ്മളിത് ഉപയോഗിക്കാറുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ 3 മെയിൻ ഫാക്ടേഴ്സ്. നമ്മൾ പറഞ്ഞിരുന്നു, നമ്പർ ഓഫ് കേബിൾസ്, അതേപോലെ കേബിളിൻ്റെ ക്രോസ് സെക്ഷൻ, അതേപോലെ തന്നെ നമ്മൾ കോൺഡ്യൂറ്റിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ, അതായത് ഫില്ല് എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യണം എന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എടുക്കുന്നത് ഒരു ചെറിയൊരു പ്രോബ്ലമാണ്, ഒരു സിംഗിൾ മോട്ടറിങ് നമുക്ക് ഫിറ്റ് ചെയ്യണമെന്നാണ് ഈ പ്രോബ്ലം പറയാവുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. ഇൻ എ വർക്ക്ഷോപ്പ് 115 HP മോട്ടർ ഈസ് ദ 400 വോൾട്ട് എന്നേക്കണേ 3 phase 50 Hz മോട്ടർ ഈസ് ടു ബി ഇൻസ്റ്റാൾഡ്. അപ്പോൾ 15 HP ആയിട്ടുള്ള 3 phase മോട്ടർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ദെൻ പ്രിപ്പയർ ദ എസ്റ്റിമേറ്റ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ മെറ്റീരിയൽസ് റിക്വയർഡ് ആൻഡ് ഇറ്റ്സ് കോസ്റ്റ് വിത്ത് എ ലേഔട്ട് ഓഫ് വയറിംഗ്. അപ്പോൾ നമുക്കിവിടെ മെയിൻലി ഇതിൻ്റെ എസ്റ്റിമേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്താൽ മതി. കോസ്റ്റും വയറിങ്ങും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രീവിയസ് സിലബസിലൊക്കെ ആയിരുന്നു നമുക്ക് കോസ്റ്റും വയറിങ്ങും ലേഔട്ടൊക്കെ വരയ്ക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിംഗിൾ ലൈൻ ഡയഗ്രം എന്ന് പറയുന്നത്. ഒരു മെയിൻ സ്വിച്ച് ഉണ്ടാവും, ഒരു മോട്ടർ സ്വിച്ച് യൂണിറ്റ് കൊടുത്തിട്ട് മോട്ടറിൻ്റെ സ്വിച്ചും ഒരു ഫ്യൂസും, അതുപോലെ സ്റ്റാർട്ടർ വെച്ചിട്ടുണ്ട്, ദെൻ ഒരു മോട്ടർ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ആദ്യം തന്നെ കണ്ടുപിടിക്കുന്നത് സൈസ് ഓഫ് ദ വയറാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രോബ്ലത്തിലൊക്കെ സാധാരണ രീതിയിൽ ഈ ഒരു സിലബസിലൊക്കെ നമുക്ക് ഈ ഒരു ടേം മാത്രമേ കണ്ടുപിടിക്കുള്ളൂ, ഏതിൻ്റെ വയേഴ്സാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് മാത്രമേ മെയിൻലി കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ സൈസ് ഓഫ് ദ വയർ. അസ്യൂം ഈസ് ദ മോട്ടർ എഫിഷ്യൻസി ഈസ് ടു ബി 85% ആൻഡ് ദ പവർ ഫാക്ടർ ഇസ് 0.8. ദ ഫുൾ ലോഡ് കറണ്ട് ഓഫ് ദ മോട്ടർ വി നീഡ് ടു കാൽക്കുലേറ്റ് ദാറ്റ്. അപ്പോൾ ഈ രണ്ട് വാല്യൂസും തന്നിട്ടില്ല, നമ്മൾ അസ്യൂം ചെയ്തേക്കാണ് 0.85 0.8. ഓക്കെ, സോ റേറ്റഡ് HP ഇൻറ്റു 735.5. അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇതിനകത്ത് നമുക്ക് നമ്മുടെ മെട്രിക് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ 735.5 എടുക്കാൻ കാരണം. ഓക്കെ, ദെൻ ഇത് 3 phase ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ √3 ഇൻറ്റു V ഇൻറ്റു പവർ ഫാക്ടറിൻ്റെ എഫിഷ്യൻസി എല്ലാ വാല്യൂസ് നമുക്കറിയാം. 15 ഇൻറ്റു ഈ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്, √3 415 0.85 0.8 ആൻഡ് വിച്ച് വിൽ ഗീവ്സ് 23.1 ആംപിയർ. ഓക്കെ, സോ നമുക്ക് കേബിളിൻ്റെ സൈസ് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1.5 ടൈംസ് ഓഫ് ഫുൾ ലോഡ് കറണ്ടിനെയാണ് നമ്മൾ കേബിളിൻ്റെ റേറ്റിംഗ് ആയിട്ട് എടുക്കേണ്ടത്. സോ വി നീഡ് ടു മൾട്ടിപ്ലൈ 23.1 ഡിവൈഡ് ഇൻറ്റു 1.5 ആൻഡ് വിച്ച് വിൽ ഗീവ്സ് ദ ആൻസർ 34.6 ആംപിയർ. ഓക്കെ, അപ്പോൾ 34.6 ആംപിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേബിൾ 3 കോർ കേബിൾ വേണമെന്നുള്ള 3 കോർ കേബിളിൻ്റെ ഇത് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സൈസ് ഓഫ് ദ കോൺഡ്യൂറ്റ് ആണ്. അപ്പോൾ നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് തന്നെ കോൺഡ്യൂറ്റിൻ്റെ സൈസോ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ട് അടുത്ത പോയിന്റ് കണ്ടുപിടിക്കേണ്ടത് റേറ്റിംഗ് ഓഫ് ദ സ്വിച്ച് ഫ്യൂസ് ആണ്. ഫ്യൂസ് നമ്മൾ എത്ര ഇടണം. അപ്പോൾ നമ്മൾ ഫ്യൂസിൻ്റെ കേസിൽ പറഞ്ഞിരുന്നു, ചില കേസിൽ നമ്മൾ 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പക്ഷേ ഇവിടെ നമ്മൾ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. ഓക്കെ, മിനിമം നമ്മൾ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അവിടെ നിന്നാണ് മിനിമം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടാവുക നമ്മുടെ ഫുൾ ലോഡ് കറണ്ടിൻ്റെ. സോ ഫുൾ ലോഡ് കറണ്ട് വി നോ 23.1 into 1.5. So the total answer is we get
34.6 ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ദ മെയിൻ സ്വിച്ച് ആൻഡ് ദ മോട്ടർ സ്വിച്ച് ടു ബി യൂസ്ഡ് ആസ് 60 ആംപിയർ 500 വോൾട്ട് ഗ്രേഡ് TPIC സ്വിച്ചസ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും, നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫ്യൂസ് യൂണിറ്റ് എന്ന് പറയുന്നത് 60 ആംപിയറിൻ്റെ. കാരണം വെച്ചാൽ 30 ആംപിയർ കഴിഞ്ഞാൽ പിന്നെ 60 ആംപിയറാണ് ഫ്യൂസ് യൂണിറ്റ് ഉള്ളത്. പക്ഷേ നമുക്കിവിടെ 34 ആണ് ഉള്ളത്. 34ൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ 30ൻ്റെ ഫ്യൂസ് നമുക്ക് എന്തായാലും വെക്കാൻ പറ്റില്ല. സോ 60ൻ്റെ ഫ്യൂസ് നമുക്ക് വെക്കേണ്ടി വരും. പക്ഷേ കേബിളിൻ്റെ കേസുകളിൽ അങ്ങനെയല്ല. നമുക്കിപ്പോൾ 40ൻ്റെ ആംപിയറിൻ്റെ കേബിൾ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും, ചിലപ്പോൾ 45ൻ്റെ അവൈലബിൾ ആയിരിക്കും, ചിലപ്പോൾ 42ൻ്റെ അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഫ്യൂസ് യൂണിറ്റ്സ് നമുക്ക് അങ്ങനെ അവൈലബിൾ അല്ല. അവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ഫ്യൂസസ് ആർ 15 ആംപിയറിനുണ്ട്, 30 ആംപിയറിനുണ്ട്, 60 ആംപിയറിനുണ്ട്. പിന്നെ 60 കഴിഞ്ഞാൽ തന്നെ 90 അല്ല 100 ആംപിയറിനുള്ളത്. ഓക്കെ, അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യും ഓരോന്നിനനുസരിച്ച്. അപ്പോൾ നമുക്ക് 34 നമുക്ക് വന്നേക്കണം. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള വാല്യൂ നമ്മൾ വെക്കാൻ പാടുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് വൈ വി സെലക്ട് 60 ആംപിയർ ആൻഡ് 500 വോൾട്ട് ആസ് ദ ഫ്യൂസ് യൂണിറ്റ്. സോ ഇതിൻ്റെ ഒരു വയറിംഗ് ഡയഗ്രാണ് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി കൊടുത്താണ്. നമുക്ക് 3 ഫേസ് വരുന്നുണ്ട്, കൂടാണ്ട് ന്യൂട്രലും വേണ്ട. അപ്പോൾ 3 ഫേസ് അപ്ലൈ, ഇത് മെയിൻ സ്വിച്ചാണ്. അവിടെ നിന്ന് നമ്മുടെ സാധാരണ ആയിട്ടുള്ള ഒരു അതേപോലെ തന്നെ ഒരു മെയിൻ സ്വിച്ചിലേക്ക് ഇവിടേക്ക് വന്നു. ഇത് മോട്ടറിൻ്റെ മെയിൻ സ്വിച്ചാണ് ഈ ഉദ്ദേശിക്കുന്നത്. സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യും ഓഫ് ചെയ്യണം അനുസരിച്ച് ഇത് ഓഫ് ആവുകയും ഓൺ ആവുകയും ചെയ്യും. പിന്നെ ന്യൂട്രൽ ഇവിടെ നിന്ന് നേരിട്ട് കയറി ഈ ഒരു ബോക്സിലേക്ക് വന്നു. ദെൻ ന്യൂട്രൽ ഈസ് ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു നമ്മുടെ മോട്ടറിലേക്ക് ഇവിടെ വന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് നമുക്ക് കാണാം 1RYB മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് 6 ലൈൻസ് പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു സിംഗിൾ ലൈൻ അവർ നോക്കണം, നിങ്ങൾക്ക് 6 എന്ന് പറഞ്ഞ പോയിൻ്റ് കാണാൻ പറ്റും. ഓക്കെ, അത് വളരെ സിമ്പിൾ പ്രോബ്ലമാണ്. ഈ ഒരു ഒറ്റ ഇക്വേഷൻ മാത്രമേ നമുക്ക് മെയിൻലി പഠിക്കാനുള്ളൂ. അതിനെ വെച്ചിട്ടാണ് എല്ലാ കാര്യം നമ്മൾ ചെയ്യണം. പിന്നെ ഡാറ്റാ ബുക്ക് നോക്കിയിട്ട് കറസ്പോണ്ടിങ് നമ്മുടെ കേബിൾ സെലക്ട് ചെയ്യാനുള്ള കാര്യമാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തത് ഒരു സിംഗിൾ മോട്ടർ വെച്ചിട്ടുള്ള പ്രോബ്ലമാണ്. അടുത്ത നെക്സ്റ്റ് നമുക്ക് ഒരു 4 മോട്ടേഴ്സ് വെച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് എങ്ങനെ ചെയ്യുന്ന നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 മോട്ടേഴ്സ് ഇതിനകത്തുണ്ട്. എ സ്മോൾ വർക്ക്ഷോപ്പ് ഹാസ് ടു ബി എക്വിപ്ഡ് വിത്ത് ദ ഫോളോയിങ് മെഷീനറി. 5 HP 400 വോൾട്ട് 3 ഫേസ് മോട്ടറാണ്. ദെൻ അനദർ വൺ ഈസ് 3 HP 400 വോൾട്ട് 3 ഫേസ് മോട്ടറാണ്. ദെൻ 1/2 HP 230 സിംഗിൾ ഫേസ് മോട്ടറാണ്. 1 HP 400 വോൾട്ട് 3 ഫേസ് മോട്ടറാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഫ്ലോർ പ്ലാൻ അവർ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല. പ്രീവിയസ് സിലബസിലായിരുന്നു ഇത് മെയിൻലി ഉണ്ടായിരുന്നു, നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ എത്രണ്ട് ഫ്യൂസ് വെക്കണം, എത്രണ്ട് വയറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, എത്ര ആംബിയർ റേറ്റിംഗ് ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൻലി കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, പിന്നെ അഡീഷണൽ ഒരു കാര്യം പറഞ്ഞേക്കുന്നത് ഇവിടെ ഒരു അഡീഷണൽ ടേമും കൂടി വന്നിട്ടുണ്ട്. ഫോർ ഇലുമിനേറ്റിംഗ് ദ വർക്ക്ഷോപ്പ് ഏരിയ 32 ഇൻകാൻഡസെന്റ് ലാംപ്സ് ആർ പ്രപ്പോസ് ടു യൂസ്. സോ അതിൻ്റെ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യേണ്ടതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ഫൈൻഡ് ദ മോട്ടർ ഇൻസ്റ്റാളേഷൻസ് സെക്ഷൻ. അപ്പോൾ മോട്ടർ ഇൻസ്റ്റാളേഷൻസ് നമുക്ക് ആദ്യം എങ്ങനെ ചെയ്യണം നോക്കാം. അപ്പോൾ അതിനകത്ത് നമുക്ക് അറിയാം, നമുക്കിവിടെ സിംഗിൾ ഫേസ് ഉണ്ട്, 3 ഫേസ് ഉണ്ട്. അപ്പോൾ 3 ഫേസിൻ്റെ ഇക്വേഷൻ നമുക്ക് അതുള്ളത് എന്താ നോക്കി നോക്കാം. റേറ്റഡ് HP × 735.5 ഡിവൈഡ് ബൈ √3 × VL × എഫിഷ്യൻസി × PF. അപ്പോൾ ഈ 735.5 വരാൻ കാര്യം പറഞ്ഞിരുന്നു, ഇത് മെട്രിക്കിലായതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കാൻ കാരണം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ സാധാരണ ഇതിൽ HP നമുക്ക് തരണമെങ്കിൽ 746 എടുത്താൽ മതി. ഓക്കെ, ദെൻ സിംഗിൾ ഫേസ് ആകുമ്പോൾ ഈ √3 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഇക്വേഷനും സെയിം തന്നെയാണ്. പിന്നെ ഈ കേസിൽ ഇപ്പോൾ മോട്ടറിൻ്റെ വാല്യൂസ് വേണമെന്ന് അസ്യൂം ചെയ്യണമെന്നുള്ള ചെയ്യേണ്ടത്, കാരണം വാല്യൂസ് നമുക്ക് തന്നിട്ടില്ല. സോ ദ എഫിഷ്യൻസി ഈസ് ടു ബി 85% ആൻഡ് ദ പവർ ഫാക്ടർ വിൽ ബി 0.8 എന്നുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്ത് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതിന് 4 മോട്ടേഴ്സിൻ്റെയും കറണ്ടിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ആദ്യത്തെ മോട്ടർ 5 × വാല്യൂസ് ചെയ്ത് അത് 3 ഫേസ് ആണ്, അതുകൊണ്ട് √3 വന്നു. പിന്നെ ഇത് രണ്ടും കോമൺ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ മോട്ടർ 5 HP ആയതുകൊണ്ട് വി ഗെറ്റ് ആൻ ആംബിയർ ഓഫ് 7.5. ദെൻ രണ്ടാമത്തെ മോട്ടറിന് 3 HP ആണ് ഉണ്ടായിരുന്നത്, അപ്പോൾ 3 എന്നുള്ളത് മാത്രം റീപ്ലേസ് ചെയ്യാനുണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെ. സോ വി ഗെറ്റ് ദ വാല്യൂ 4.5 ആംബിയർ. നെക്സ്റ്റ് വൺ ഈസ് അപ്പോൾ സിംഗിൾ ഫേസ് AC മോട്ടർ. സിംഗിൾ ഫേസ് AC മോട്ടർ ആകുമ്പോൾ √3 എന്ന് പറഞ്ഞിട്ട് അടിയിൽ ഉണ്ടാവില്ല. ദെൻ അത് മാത്രമല്ല 1/2 HP മോട്ടറാണത്. സോ വി നീഡ് ടു മൾട്ടിപ്ലൈ ദിസ് വൺ വിത്ത് 0.5. സോ വി ഗെറ്റ് ആൻ ആൻസർ ഓഫ് 2.25 ആംബിയർ. ദ നെക്സ്റ്റ് വൺ ഈസ് ഓൾസോ 1 HP മോട്ടർ, പക്ഷേ അത് 3 ഫേസ് ആണ്. സോ 1 × കറസ്പോണ്ടിങ് വാല്യൂസ് ഒക്കെ നേരത്തെ ഇവിടെ ചെയ്ത പോലെ തന്നെ സെയിം വാല്യൂസ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ വി ഗെറ്റ് ആൻ ആൻസർ ഓഫ് 1.50 ആംബിയർ. ഓക്കെ, നെക്സ്റ്റ് ഫുൾ ലോഡ് കറണ്ട് ഓഫ് ദീസ് മോട്ടേഴ്സ്. അപ്പോൾ ഫുൾ ലോഡ് കറണ്ട് നമ്മൾ ടോട്ടൽ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഏകദേശം വരുന്നത് അതായത് 7.5 + 4.5 + 2.25 + 1.5 which will gives 15.75 as the answer. സോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കേബിളിൻ്റെ സൈസ് കണ്ടുപിടിക്കണമെന്ന് അറിയാം. അപ്പോൾ കേബിളിൻ്റെ സൈസ് നമുക്കറിയാം 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ചെയ്യേണ്ടത് മെയിൻലി.
സോ അതായത് 150% ഓഫ് ദ മോട്ടർ ഫുൾ ലോഡ് കറണ്ടാണ് വേണ്ടത്. സോ 1.5 ഇൻറ്റു ഈ 15.75 വിച്ച് വിൽ ഗീവ്സ് 23.6 ആംപിയർ. സോ 23.6 സംതിങ് ഉള്ള ഒരു കേബിളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് വയേഴ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മെയിൻ സ്വിച്ചിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മെയിൻ സ്വിച്ചിൽ ഏത് ടൈപ്പ് ഫ്യൂസ് നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൻ സ്വിച്ചിലെ കാര്യം നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ലാർജസ്റ്റ് ആയിട്ടുള്ള മോട്ടറിൻ്റെ റേറ്റിംഗ്, സ്റ്റാർട്ടിങ് കറണ്ട് പ്ലസ് ബാക്കിയുള്ള എല്ലാ മോട്ടേഴ്സിൻ്റെ ഫുൾ ലോഡ് കറണ്ട്, ഇതാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇതിനകത്ത് ഏറ്റവും ലാർജ് കറണ്ട് ഡ്രോ ചെയ്യുന്നത് ഈ 7.5 ആംപിയർ ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂവിൻ്റെ സ്റ്റാർട്ടിങ് കറണ്ട് കണ്ടുപിടിക്കണം, അതായത് 1 × 1.5 ചെയ്ത കാലത്തേക്ക്. സോ 7.5 × 1.5, ബാക്കി ഇതൊക്കെ എല്ലാം കൂടി ആഡ് ചെയ്യുക, ഈ വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്യുക, അതായത് 4.5 + 2.25 + 1.5. സോ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ ആൻസർ 19.5 ആംപിയർ. അപ്പോൾ 19.5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നേരത്തെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 15 കഴിഞ്ഞ് പിന്നെ 30, 60, 100 അങ്ങനെയാണുള്ളത്. സോ അപ്പോൾ നമ്മൾ 30 ആംപിയറിൻ്റെ 500 വോൾട്ട് ഗ്രേഡ് സ്വിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് മെയിൻലി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സ്റ്റാർട്ടിങ് കറണ്ട് ഓഫ് ദ ഹയസ്റ്റ് റേറ്റിംഗ് മോട്ടർ എന്ന് പറഞ്ഞാൽ ഏകദേശം 11.25 ആംപിയറാണ് വേണ്ടത്. അതായത് 7.5 × 1.5 ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 11.25 ആണ് വേണ്ടത്. ഓക്കെ, പിന്നെ നമ്പർ ഓഫ് സർക്യൂട്ട്സ്, ഇതൊക്കെ ഇതിൻ്റെ എസ്റ്റിമേഷൻ സൈഡ്, അതായത് അതിൻ്റെ കാൽക്കുലേഷൻ പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്തേക്കണേ. നമ്മുടെ ഇപ്പോഴത്തെ ഇത് പ്രകാരം നമുക്ക് ഇത്രയും വരെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, പിന്നെ ഇവിടെ നമ്മുടെ സൈസ് ഓഫ് ദ കേബിളും കൂടി എടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡാറ്റ ബുക്ക് നോക്കിയിട്ട് നമുക്ക് എത്ര ആംപിയർ ആണോ വന്നേക്കണേ അതനുസരിച്ച് നമ്മൾ കേബിൾ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ കേബിൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, കേബിൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വി നീഡ് ടു മൾട്ടിപ്ലൈ ദിസ് വൺ, ഓരോന്നിൻ്റെ ലോഡ് ഇൻറ്റു, അതായത് ഫുൾ ലോഡ് കറണ്ട് ഇൻറ്റു 1.5 മൾട്ടിപ്ലൈ ചെയ്യണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 7.5 ആംപിയറാണ് ഒന്നാമത്തെ മോട്ടർ. അപ്പോൾ അതിൻ്റെ വാല്യൂ ചെയ്യണം 1.5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11.25 ആംപിയർ വരും. രണ്ടാമത്തെ മോട്ടറിൻ്റെ കേബിൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ 4.5 ആംപിയർ വന്നിട്ടുണ്ടെന്ന് ഇൻറ്റു 1.5 ചെയ്യുമ്പോൾ 6.75 ആംപിയർ വരും. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോപ്പറിൻ്റെ കേബിൾ ഡാറ്റ ബുക്ക് നോക്കി സെലക്ട് ചെയ്യുക. 3 ഫേസ് ആണെങ്കിൽ 3 കോർ വേണം, സിംഗിൾ ഫേസ് ആണെങ്കിൽ സിംഗിൾ കോർ മതി. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ 2.25, സോ 2.25 × 1.5 ചെയ്യുമ്പോൾ 3.37 വാല്യൂ കിട്ടുന്നു. അടുത്ത് 1.5 ആംപിയറാണ് വന്നേക്കണേ. സോ അപ്പോൾ 1.5 × 1.5 ചെയ്യുമ്പോൾ നമുക്ക് 2.25 ആംപിയർ കിട്ടുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഡാറ്റ ബുക്സ് നോക്കിയിട്ട് ഈ കറസ്പോണ്ടിങ് ആംബിയേഴ്സിനുള്ള കറസ്പോണ്ടിങ് കേബിളുകൾ നമ്മൾ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഫിഗറാണ് ഇത്, നമ്മൾ വെറുതെ നോക്കാൻ വേണ്ടി ഞാൻ വെച്ചു എന്നുള്ളൂ. ഇത് ഈ സിലബസിൽ നമുക്ക് പഠിക്കാനില്ല. നെക്സ്റ്റ് വൺ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു 32 ലാമ്പിനെ കുറിച്ച് അവർ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ, ഇൻകണ്ടൻസെൻ്റ് ലാമ്പ്. ഓക്കെ, അപ്പോൾ ഓരോ ലാമ്പും ഇവിടെ 100 വാട്ട്സ് ആണ് എടുത്തേക്കണേ. സോ അപ്പോൾ 100 വാട്ട്സ് എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ എത്രത്തോളം ലാമ്പ്സ് എവിടെ കിട്ടേണ്ടി വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിന് ഡിസ്കസ് ചെയ്തേക്കണം വേണ്ടി. സോ അപ്പോൾ ഒരു ലെങ്ത്തിൽ നമുക്ക് 8 എണ്ണം ഇടാം. അതേപോലെ തന്നെ നമ്പർ ഓഫ് വിഡ്ത്ത് വൈസ് നമുക്ക് 4 എണ്ണം ഇടാം. അപ്പോൾ നിങ്ങളോട് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ലെങ്ത് വൈസ് നമ്മൾ 8 എണ്ണം തന്നെ ഇട്ടാണ്. അപ്പോൾ ഇതാണ് ലെങ്ത്തിൽ യു ക്യാൻ സി 1 2 3 4 5 6 7 and 8. അപ്പോൾ ഇത് കണക്ഷൻ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു റൂം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇവിടെയും ഇവിടെയാണ് 2 ലാമ്പ് സെക്ഷൻ, കറസ്പോണ്ടിങ്ങിൽ ഇവിടെയും. സോ അപ്പോൾ ഇതിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് SB1 എന്നാണ് സ്വിച്ച് ബോർഡ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. Then SB2 is for another one, SB3 is for another one, and SB4 is for another one. ഈ SBയിലേക്കുള്ള വയേഴ്സൊക്കെ വരുന്നത് മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്നാണ്. അതാണ് ഇവിടെ സെൻട്രലിലൂടെ തന്നെ മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് MDB എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മൾ ആ ഒരു അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻലി ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ അതിൻ്റെ സൈസ് ഓഫ് കേബിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാൽക്കുലേഷൻസ് കണക്കാണ് മെയിൻലി ചെയ്യുന്നത്. അതൊക്കെ വളരെ സിമ്പിളാണ്. നമ്മൾ മൊഡ്യൂൾ 2 ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ അതിന് ടോട്ടൽ വാട്ട്സ് വിളിച്ചു 32 × 100 വിച്ച് വിൽ ഗീവ്സ് 3200 വാട്ട്സ് വന്നു. സോ ടോട്ടൽ കറണ്ട് എത്ര ഫ്ലോ ചെയ്യുന്നത് കണ്ടുപിടിക്കണം മൊത്തത്തിൽ. അപ്പോൾ 3200 / 240 ആൻഡ് വിച്ച് വിൽ ഗീവ്സ് 13.3 ആംപിയർ. അപ്പോൾ ഈ 13.3 ആംപിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വയേഴ്സൊക്കെ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് മെയിൻലി ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 13.3 ആംപിയറാണ് നമുക്ക് ടോട്ടലായിട്ട് 32 ലാമ്പും കത്തിക്കുമ്പോൾ വരുന്നത്. അപ്പോൾ ഈ 13.3 ആംപിയർ വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മീറ്ററിൻ്റെ അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് വരെയുള്ളൊരു ഡിസ്റ്റൻസ് ഉണ്ടാവും. അവിടെയാണ് നമ്മൾ ഈ ഒരു 13 ആംപിയറിന് കറസ്പോണ്ടിങ്ങുള്ള വയർ ഇടേണ്ടത്. പിന്നെ മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൻ്റെ അവിടെ നിന്ന് ഓരോ സബ് സർക്യൂട്ടിലേക്കും അല്ലെങ്കിൽ സ്വിച്ച് ബോർഡിലേക്കും വയേഴ്സ് പോയിട്ടുണ്ടാവും. അതിന് 13 ആംപിയറിൻ്റെ ആവശ്യം ശരിക്കും വരുന്നില്ല. ഓക്കെ, കാരണം അത് കുറച്ചുകൂടി റേറ്റിംഗ് കുറവാണ് വരും. കാരണം നമ്മൾ അതിനകത്ത് കാൽക്കുലേഷൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുറച്ച് കുറവാണ് അതിനുണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്കറിയാം
നേരത്തെ ഫിഗർ നോക്കുകയാണെങ്കിൽ 4 സബ് സർക്യൂട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ SB1, SB2, SB2, SB3, SB4, അതായത് ഓരോന്നിനും ഒരു സ്വിച്ച് ബോർഡ് കൊടുത്ത് നമ്മൾ സബ് സർക്യൂട്ട്സ് ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3200 ഡിവൈഡ് ബൈ 4, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 800 കിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു സബ് സർക്യൂട്ടിൽ 800 വാട്ട്സാണ് നമ്മൾ ലോഡ് ചെയ്യാറ് നമുക്കറിയാമല്ലോ. അങ്ങനെയാണ് അത് 800 ഡിവൈഡ് ചെയ്തേക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. സോ അപ്പോൾ 800 ഡിവൈഡ് ബൈ 240 ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് ആംബിയർ വന്നത് 3.33 ആംബിയർ ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഓരോ സബ് സർക്യൂട്ടിലും 800 വാട്ട്സിന് അടുത്താണ് പോകേണ്ടത്. അപ്പോൾ ഓരോന്നിലും നമുക്ക് 3.33 ആംബിയർ റേറ്റിംഗ് ഉള്ള വയേഴ്സ് യൂസ് ചെയ്തിട്ട് അങ്ങോട്ട് ഡ്രോ ചെയ്യാൻ പറ്റും കറണ്ടിന്. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വയർ നമ്മൾ ഡാറ്റ ബുക്ക് നോക്കി സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ സൈസ് ഓഫ് കൊണ്ടിട്ട് നമുക്ക് ആവശ്യമില്ല. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ നമ്മൾ സെലക്ട് ചെയ്താൽ മതി. ഒരു സബ് സർക്യൂട്ടിൻ്റെ ഫിഗറാണ് ഈ കൊടുത്തേക്കണത്. അപ്പോൾ ഇതേപോലെ 3 ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ. നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു സൈഡിലത്തെ മാത്രമേ വരച്ചിട്ടുള്ളൂ എന്നുള്ളൂ. ഓക്കെ, പിന്നൊരു കാര്യം കൊണ്ടുള്ളത് അഡീഷണലായിട്ട് നമുക്ക് വയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ അവിടെ നിന്ന് സാധാരണ വയേഴ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ 1.5 mm വയർ ഉപയോഗിക്കായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ അതും കൂടി മെൻഷൻ ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ നമ്മളിവിടെ എല്ലാ ടൈപ്പ് വയസ്സിനെ കുറിച്ച് പറഞ്ഞു തന്നു. അതിന് തന്നെ അതായത് മീറ്ററിൻ്റെ അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് വരെ 13.3 ആംബിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വയർ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്ര MM കോപ്പർ വയറാണ് അത് നമ്മൾ ഡാറ്റ ബുക്ക് നോക്കിയിട്ട് വേണം എഴുതാൻ. ഓക്കെ, അതേപോലെ തന്നെ അവിടെ നിന്ന്, അതായത് മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്ന് ഓരോ സബ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്ക് വേണം വയർ, അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചാണ് 3.33 ആംബിയർ. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമ്മുടെ ബുക്ക് നോക്കിയിട്ട് കണ്ടുപിടിക്കാം. പിന്നെ ബാക്കിയുള്ള വയറിംഗ് കാൽക്കുലേഷൻസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ നമ്മുടെ ഓരോ സ്വിച്ച് ബോർഡിൻ്റെ അവിടെ നിന്ന് സാധാരണ വയർ നമ്മുടെ ലാമ്പുകളിലേക്ക് പോയേക്കണം. അതൊക്കെ നമ്മൾ സാധാരണ ഇതിൽ 1.5 mm² കോപ്പർ എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതും കൂടി മെൻഷൻ ചെയ്ത് വയ്ക്കുക. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോട്ടോഴ്സിനെ കുറിച്ചിട്ടും എങ്ങനെയാണ് മോട്ടോഴ്സ് കണക്ട് ചെയ്യുന്നത്, 3 ഫേസ്, സിംഗിൾ ഫേസ്, DC എന്നതിനെക്കുറിച്ചും എന്തൊക്കെ കാൽക്കുലേഷൻസ് നമ്മൾ ശ്രദ്ധിക്കണം, മോട്ടോഴ്സ് കണക്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കേബിളിൻ്റെ കാൽക്കുലേഷനിൻ്റെ ആംബിയർ റേറ്റിംഗ് ഒക്കെ എങ്ങനെയാണ്, അതേപോലെ തന്നെ മോട്ടോഴ്സിൽ തന്നെ നമ്മുടെ ഫ്യൂസ് റേറ്റിംഗ്സ് ഒക്കെ എങ്ങനെയാണ് വരിക എന്നതിനെക്കുറിച്ചൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എന്തും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൊണ്ട് അമർത്തുവാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ വിത്ത് അനദർ ടോപ്പിക്.